നെക്സ്റ്റ് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്ന ഡയപ്പർ ക്രീമാണ്. ഡയപ്പർ ക്രീം കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്ന വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്, അമ്മ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഡയപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുഞ്ഞുങ്ങളുടെ ഡയപ്പർ റാഷ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയപ്പർ റാഷ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡയപ്പർ ക്രീം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സേഫസ്റ്റ് ആയിട്ടുള്ള ഡയപ്പർ ക്രീം എൻ്റെ അഭിപ്രായത്തിൽ ടെഡി ബാറിന്റെ ഡയപ്പർ ക്രീം നല്ലതാണ്, സെറ്റാഫിലിന്റെ ഡയപ്പർ ക്രീം നല്ലതാണ്, മുസ്റ്റല്ലയുടെ ഡയപ്പർ ക്രീം നല്ലതാണ്, സെബാമെഡിന്റെ ഡയപ്പർ ക്രീം നല്ലതാണ്, അക്വാഫോറിന്റെ ഡയപ്പർ ക്രീമും നല്ലതാണ്. നെക്സ്റ്റ് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്ന കാജലാണ് കേട്ടോ. കാജൽ അഥവാ കൺമഷി നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുക, പിരിയൊക്കെ വരച്ചു കൊടുക്കുക, മുഖത്തൊക്കെ കരി കൊണ്ടൊക്കെ വരയ്ക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ണെഴുതുമ്പോഴുണ്ടല്ലോ കൺമഷിയിലുള്ളത് ലെഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ഇത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ടിയർ ഡക്റ്റിന് ബ്ലോക്കേജ് ഉണ്ടാക്കും. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ടിയർ ഡക്റ്റിലൊക്കെ ഇൻഫെക്ഷൻ വരും, കണ്ണിൽ നിന്ന് ചിലപ്പോൾ പഴുപ്പൊക്കെ വന്നെന്നിരിക്കും. അതുപോലെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കുഞ്ഞിന്റെ കണ്ണിലൊക്കെ കൺമഷിയൊക്കെ തേച്ച് വെക്കുമ്പോഴത്തേക്കും ഈ ലെഡ് പതിയെ കുറച്ച് കുഞ്ഞിന്റെ ശരീരത്തിലോട്ട് അബ്സോർബ് ആവുകയും കുഞ്ഞിന് വിളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ലെഡ് റിലേറ്റഡ് അനീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കൂടുതലായിട്ട് ലെഡ് കണ്ടന്റ് ഉള്ള കൺമഷിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലെഡ് പോയ്സൺ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൺമഷി കണ്ണിൽ മാക്സിമം എഴുതാണ്ടിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കണ്ണ് തട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്തയിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കവിളത്തോ അല്ലെങ്കിൽ കഴുത്തിന്റെ ബാക്കിലോ അവിടെ എവിടെയെങ്കിലും ചെറിയൊരു പൊട്ട് പോലെ വരച്ചു വെച്ചാൽ മതിയാകും. അല്ലാണ്ട് കുഞ്ഞിന്റെ കണ്ണിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുക. നെക്സ്റ്റ് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്ന ബേബി വൈപ്സ് ആണ്. ബേബി വൈപ്സ് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോഴുണ്ടല്ലോ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ബേബി വൈപ്സ് മേടിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കും ബേബി വൈപ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല ബേബി വൈപ്സും കുഞ്ഞുങ്ങളിൽ അത്ര സേഫ് അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹിമാലയയുടെ ബേബി വൈപ്സ് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ബേബി വൈപ്സ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്ന ബേബി പൗഡറിനെ കുറിച്ചിട്ടാണ്. ബേബി പൗഡർ പൊതുവെ കുഞ്ഞുങ്ങളിൽ സേഫ് അല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മിക്ക ബേബി പൗഡറുകളിലും ടാൽക്ക് അടങ്ങിയിട്ടുണ്ട്. ടാൽക്ക് എന്ന് പറഞ്ഞാൽ ആസ്ബെസ്റ്റോസ് ആണ്. ആസ്ബെസ്റ്റോസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുഖത്തൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മുഖത്തൊക്കെ നമ്മൾ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളുടെ മൂക്കിൽ പോകും. അപ്പൊ ഈ പൊടി കുഞ്ഞുങ്ങളുടെ മൂക്കിൽ ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ അത് ഇൻഹേൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കുഞ്ഞുങ്ങളുടെ ലങ്സിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആസ്ബെസ്റ്റോസ് ലങ്സിൽ ചെല്ലുകയാണെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാവാം, ആസ്മ ഉണ്ടാവാം, ശ്വാസം മുട്ട് വരെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈ ആസ്ബെസ്റ്റോസ് എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള ഒരു കാർസിനോജനിക് ആണ് കേട്ടോ. അതായത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി കുഞ്ഞുങ്ങളുടെ ജനൈറ്റലിലൊന്നും മൂത്രം ഒഴിക്കുന്ന ഭാഗത്തൊന്നും നമ്മൾ പൗഡർ തേക്കാണ്ടിരിക്കുക. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡയപ്പർ റാഷിന്റെ ക്രീം യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ പരമാവധി പൗഡറുകൾ യൂസ് ചെയ്യാതിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ബേബി പൗഡർ യൂസ് ചെയ്യുന്നതാണ് താല്പര്യം, നിങ്ങൾക്ക് സേഫസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ബേബി പൗഡർ മതി എന്നാണെങ്കിൽ എപ്പോഴും ബേബി പൗഡർ മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ കണ്ടന്റ്സിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ടാൽക്കിന്റെ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കുക, ആസ്ബെസ്റ്റോസ് ഉണ്ടോ എന്ന് നോക്കുക, സിങ്ക് ഓക്സൈഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബേബി പൗഡർ മേടിക്കരുത്. ഹൈലി സേഫ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ബേബി പൗഡേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. റൂട്ട് ആൻഡ് സോയിലിന്റെ ബ്രാൻഡ് നല്ലതാണ്. മാറ്റെ എന്ന് പറയുന്ന ഒരു ബേബി പൗഡറും കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ബേബി പൗഡർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.